യോഗമാർഗത്തില് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ യമനിയമങ്ങൾ. യമനിയമങ്ങളൊക്കെ എന്താണ് ഈ യമനിയമങ്ങൾ എന്ന് പറഞ്ഞാല് അത് അതൊക്കെ നമ്മൾ എത്ര കാലം യമനിയമങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് യോഗയിലേക്ക് കടക്കേണ്ടത്, ആസനം പ്രാണായാമം തുടങ്ങിയ മറ്റ് സാധനങ്ങളിലേക്ക് കടക്കേണ്ടത് യമനിയമങ്ങൾ എത്ര കാലം പാലിച്ചതിന് ശേഷമായിരിക്കണം. അഷ്ടാംഗ യോഗയില് ബഹിരംഗ സാധനങ്ങളിൽ പെടുന്നതാണ് യമനിയമങ്ങളും ആസനവും പ്രാണായാമവും. പിന്നെ ധ്യാനം, ധാരണ, സമാധി എന്നുള്ളത് അന്തരംഗ സാധനങ്ങളാണ്. അപ്പോ ഇതില് യമനിയമം എത്ര കാലം പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചാല് സത്യത്തിൽ അങ്ങനെയല്ല. ഈ അഷ്ടാംഗ യോഗയിലെ 8 അംഗങ്ങളും നമ്മൾ ഒരേ സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, ഒന്നിച്ചു തുടങ്ങേണ്ടതാണ്. അല്ലാതെ കുറെ കാലം നമ്മൾ യമം പ്രാക്ടീസ് ചെയ്തു, പിന്നെ കുറെ കാലം നിയമം പ്രാക്ടീസ് ചെയ്തു, പിന്നെയാണ് നമ്മൾ ആസനങ്ങൾ തുടങ്ങി, അങ്ങനെയല്ല. അത് സാധ്യമല്ല. ശരി, യമനിയമങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു നല്ല മാനസികാവസ്ഥ, സത്യത്തോടും അഹിംസയോടും ബ്രഹ്മചര്യത്തോടും ഈ അന്വേഷണത്തോടും ഒക്കെ ഉള്ള ഒരു പ്രതിബദ്ധത തുടങ്ങിയ ശരിക്കും നല്ല ശീലങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ശാരീരികമായിട്ടും അല്ലെങ്കിൽ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെയാണ് യമനിയമങ്ങൾ എന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സത്യം പാലിക്കുക എന്നുള്ളത്, സത്യത്തോട് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക, തെറ്റായ കാര്യങ്ങളോട് അസത്യത്തോട് അതിന് നമ്മൾ പിന്തുണ നൽകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു ജീവിക്കും ഒരു ദ്രോഹവും ഇല്ലാത്ത, ദ്രോഹിക്കാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുന്ന മാനസികാവസ്ഥയാണ് അഹിംസ. ബ്രഹ്മചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്ക് ശാരീരികമായ ബ്രഹ്മചര്യമല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സദാസമയം ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ യോഗ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളില് അല്ലെങ്കിൽ ചിന്തകളില് അതിന്റെ അന്വേഷണത്തിൽ മുഴുകിയിട്ടിരിക്കുക, അതിനുള്ള ആ അന്വേഷണം തുടരുക എന്നുള്ളതാണ് ശരിക്കും യഥാർത്ഥത്തില് ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് അസ്തേയം. നമുക്ക് മറ്റുള്ള എല്ലാ കാര്യത്തിലും ഒരു ബാലൻസിങ് ആണ്. നമ്മൾ അതിയായ അത്യാഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക, മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനെ ഒരു പക്വമായ ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇതൊക്കെയാണ് യമനിയമങ്ങളിൽ വരുന്നത്. യഥാർത്ഥത്തിൽ യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് മനസ്സിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ മറികടക്കാനാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മൾ വരുതിയിലാക്കുമ്പോഴാണ്, അതാണ് നമ്മൾ യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം മനസ്സിനെ നമ്മൾ ലഘൂകരിക്കേണ്ടതുണ്ട്. മനസ്സിന് കൂടുതൽ ഊർജം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്ന, ഭാരം നൽകുന്ന പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതാണ് ശരിക്കും യമനിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ ലഘൂകരിക്കുക, ക്രമേണ അലിയിച്ച് ഇല്ലാതാക്കുക, നമ്മളുടെ ഈഗോയെ അലിയിക്കുക. അപ്പൊ നമ്മൾ ഒരു അസത്യം പറയുമ്പോൾ അല്ലെങ്കിൽ അസത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഘർഷം ഉണ്ടാവുന്നു. ആ സംഘർഷം നമ്മുടെ മനസ്സ് അതിൽ തന്നെ ഒട്ടി നിൽക്കും. നമ്മുടെ കുറ്റബോധം, നമ്മൾ ഒരു അസത്യം പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറ്റബോധം അത് നമുക്ക് തന്നെ എതിരാണ്, നമ്മളുടെ മനസ്സിന് എതിരാണ്. നമ്മളുടെ മനസാക്ഷി പറയും അത് ചെയ്തത് ശരിയായില്ല. അപ്പൊ മനസ്സിന്റെ ഭാരം കൂടുകയാണ് ശരി. നേരെ മറിച്ച് തുറന്ന സമീപനം, സത്യം മാത്രം പാലിക്കുന്ന ആളുകൾക്ക് മറ്റൊന്നിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ലഘുവായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരാളുടെ സമ്പത്ത് മോഷ്ടിച്ചാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്താലൊക്കെ നമ്മളെ എന്ത് തെറ്റായ പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മളെ വേട്ടയാണ്, നമ്മളെ മനസാക്ഷി അതിനെതിരായത്. അപ്പോ അങ്ങനെയുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് മാത്രമാണ് ഈ യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക, സ്വാധ്യായം, നമ്മൾ തുടർച്ചയായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുക, ഈശ്വരാഭിമുഖമായിട്ട്, അതായത് യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഗുരുവിനോടും ഈ ക്രിയയോടും ഒക്കെ ഉള്ള ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ യോഗ ക്രിയകൾ ചെയ്യാൻ. ഇത്തരം കാര്യങ്ങളാണ് യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്
സത്യത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് യോഗ തുടങ്ങുകയല്ല, ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് ചെയ്യുക. നമ്മൾ പിന്നെ ഈ കാര്യങ്ങൾ അറിയുന്നതോട് കൂടിയിട്ട് തന്നെ ശാരീരികമായിട്ടുള്ള വ്യായാമ മുറകൾ, ആസനങ്ങൾ തുടങ്ങും, കുറേശ്ശായിട്ട് ലഘുവായിട്ടുള്ള പ്രാണായാമങ്ങൾ തുടങ്ങും. എല്ലാ ദിവസവും നമ്മൾ കുറേശ്ശെ ധ്യാനത്തിന് ശ്രമിക്കും. ഇതെല്ലാം അങ്ങനെ ഒന്നിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ അങ്ങനെയല്ല ശരിക്കും അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇതെല്ലാം മനസ്സിനെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യോഗമാർഗത്തിൽ വന്നെത്തി കഴിയുമ്പോൾ, യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ, ഗുണപരമായ ചില മാറ്റങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ, യോഗ നമ്മളിൽ മാറ്റം വരുത്തുമ്പോൾ ഈ വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു അസത്യം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, ഒരു വഞ്ചന നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാനസികമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യമ നിയമങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയല്ല, നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, ഇതിന് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ക്രമേണയായിട്ട് അത് നമ്മളിൽ നിന്ന് ഇല്ലാതെയാവും. അനുകൂലമായ കുറെ സ്വഭാവ സവിശേഷതകൾ, മാനസിക ഘടന നമ്മളിൽ വളർന്നു വരികയും ചെയ്യും. അങ്ങനെ യമനിയമങ്ങൾ നമ്മളിൽ സംഭവിക്കുകയാണ് ചെയ്യുക, അല്ലാതെ നമ്മളത് കൃത്രിമമായിട്ട് അനുഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. അതല്ല അതിൻ്റെ ശാസ്ത്രീയം. യോഗയുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.